ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. ശരിക്കും അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സന്യാസി വരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തീർച്ചയായിട്ടും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവർ ഏതെങ്കിലും തരത്തിൽ പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന മതേതരമായ ഏറ്റവും വലിയൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കുക. കാരണം എങ്ങനെയായാലും ഇന്ത്യ അവർക്ക് സഹായം നൽകും എന്ന കാര്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ടാവും. അതേപോലെ തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഏറ്റവും ചെറിയൊരു രാജ്യം മാത്രമാണ് ബംഗ്ലാദേശ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യയോട് നേരിട്ട് എതിർക്കുവാനോ ഇന്ത്യയുമായി എതിർപ്പ് പ്രകടിപ്പിക്കുവാനോ ഒരു കാര്യത്തിലും മുതിരുകയില്ല എന്നത് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അതിനെ മുഖവിലിക്കെടുത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അവിടുത്തെ ഗവൺമെന്റ് നൽകും എന്ന കാര്യത്തിലും സംശയമില്ല. പൊതുവെ എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ഇതേ രീതിയിൽ തന്നെയാണ് ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഹിറ്റ്ലറിന്റെ കാലത്ത് ജൂതന്മാരെ വേട്ടയാടിയതടക്കം എല്ലാവരും ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് തിരിയുന്നത്. അവരെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അത് വോട്ടിന് വേണ്ടിയോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നിലനിൽപ്പിന് വേണ്ടിയോ ആയിരിക്കാം ഇങ്ങനെയൊക്കെയും തന്നെ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലും ഇതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും നമ്മൾ കേട്ടതാണ്. ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യൻ ഭാഗത്ത് ഇതുപോലെ സംഭവിക്കുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും വാർത്തകൾ കേട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ മുറാദാബാദിൽ തന്നെ നടന്ന ഒരു സംഭവം ഒന്ന് നോക്കൂ. ഒരു ഡോക്ടർ കൂടിയായ ഒരു ഹിന്ദുവായ ഒരു സഹോദരൻ തൻ്റെ ഫ്ലാറ്റ് സമുച്ചയം പിന്നൊരാൾക്ക് വിൽക്കുകയും അത് വാങ്ങിയത് ഒരു മുസ്ലിമായ ആളായതുകൊണ്ട് തന്നെ അവിടെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെയും തന്നെ നടക്കുകയും അവസാനം അങ്ങനെ ഒരു സെയിൽസിൽ നിന്ന് തന്നെ അവർക്ക് പിന്തിരിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അവിടെ കാരണമായി പറയുന്നത് ഹിന്ദുവായ ഒരാളുടെ ഭൂമി അതല്ലെങ്കിൽ ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയയിലെ ഒരു ഭൂമി അത് ഒരു മുസ്ലിമിന് വിൽക്കപ്പെടാൻ പാടില്ല എന്ന രീതിയിലായിരുന്നു അവിടെ പ്രതിഷേധങ്ങളൊക്കെയും തന്നെ ഉണ്ടായത്. ഒരുപക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിഷേധം ഭയന്ന് അവസാനം ആ ഡോക്ടർ കൂടിയായ ആ ഭൂമിയുടെ ഉടമ ആ ഇടപാടിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും രണ്ടുപേരും ഡോക്ടറായിരുന്നു. വാങ്ങിയ ആളും വിൽക്കപ്പെട്ട ആളും ഡോക്ടറായിരുന്നു. അതിലും ഉപരി അവർ ഒരുപാട് വർഷത്തെ പരിചയമുള്ള സുഹൃത്തുക്കളും. അവസാനം ഒരാൾക്ക് പൈസയ്ക്ക് എന്തോ ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് മറ്റൊരു മുസ്ലിമിനാണ് വിറ്റത് എന്ന രീതിയിൽ ഇതുപോലെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ക്യാൻസൽ ചെയ്യിപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. ഒരുപക്ഷെ ഇതൊക്കെയും കണ്ട് അതിൽ നിന്നും പിന്തിരിയേണ്ടി വരുന്ന ഹിന്ദു അതിനുമുപരി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയിൽ സമരങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഹിന്ദു. ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് മഹാഭൂരിഭാഗം ഹിന്ദു ജനങ്ങളും തീർച്ചയായിട്ടും മതേതരത്വം ആഗ്രഹിക്കുന്നവരാണ്. അവർക്കിടയിലൂടെ വിഷവിത്തുകൾ പാകുന്ന ഇതുപോലുള്ള കുറച്ച് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ. അവർ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആളുകളെ പരസ്പരം തല്ലിപ്പിക്കുകയും അവർക്കിടയിൽ വിദ്വേഷം വളർത്തുകയുമാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആരുടെ സ്വത്തായാലും എൻ്റെ സ്വത്തായാലും പിന്നൊരാളുടെ സ്വത്തായാലും അത് ഇന്നയാൾക്ക് മാത്രം വിൽക്കണം ഇന്നയാൾക്ക് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഔചിത്യബോധം ഒരിക്കലും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നു എന്ന് പറയുന്നത് തന്നെ ഇന്ത്യക്ക് തന്നെ അപമാനമാണ്. നമ്മൾ പലപ്പോഴും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ എന്നോർത്ത് വിലപിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റേത് ന്യൂനപക്ഷങ്ങൾക്കോ ഏതൊരു രാജ്യത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും ഇതൊക്കെയും തന്നെ വർഗീയത മനസ്സിലുണ്ടാവുക എന്ന് പറയുന്നത് ക്യാൻസർ ശരീരത്തിൽ ഉണ്ടാവുക എന്നതുപോലെ തന്നെയാണ്. അത് മുഴുവനായും തന്നെ കാർന്നു തിന്നും. ഒരുപക്ഷെ ഇന്ത്യയെ തന്നെ അടക്കി ഭരിച്ച സാമ്രാജ്യ ശക്തികളൊക്കെയും തന്നെ ഇതുപോലുള്ള വിഷവിത്തുകൾ പാകി തന്നെയാണ് നമ്മളെ വിഭജിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ വിഭജനത്തിലൂടെ ഒരിക്കലും തന്നെ മുന്നോട്ട് പോവേണ്ട രാജ്യമല്ല, മതേതര രാജ്യമായി തന്നെ നിലകൊള്ളേണ്ട അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പരിഗണന നൽകിക്കൊണ്ട് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ എല്ലാവരും തന്നെ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നല്ലൊരു രാജ്യത്തെയും നല്ലൊരു ജനങ്ങളെയും നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.